കഴിഞ്ഞ ദിവസം മസ്കറ്റിലെ മവാല മാർക്കറ്റിൻ്റെ സമീപത്തൂടി യാത്ര ചെയ്യുമ്പം കണ്ട സുന്ദരമായ ഒരു കാഴ്ചയാണിത്. ഒരു വീട്ടിൻ്റെ മുമ്പിലുള്ള ഒരു ഈത്തപ്പന മരം. അതിൻ്റെ മുമ്പിൽ സദക്ക എന്ന ഒരു ബോർഡ് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. സദക്ക എന്ന് പറഞ്ഞാൽ ആർക്കും എപ്പോഴും എടുത്ത് കഴിക്കാൻ കൊണ്ടുപോകാം. അത് അവർ പൊരുത്തപ്പെട്ട് തന്നൊരു മുതലാണ് കേട്ടോ. മാത്രമല്ല ഏകദേശം ഇതിലെ കാലിയായി അതിൻ്റെ മേലെ കയറി പറിക്കാൻ വേണ്ടിയിട്ടുണ്ടല്ല ഒരു ഏണിയും കൂടി വെച്ചിന്. ആർക്ക് വേണ്ടിക്കലും എങ്ങനെ വേണ്ടിക്കലും ആ ഏണീൻ്റെ മേലെ കയറിയിട്ട് പറിച്ചിട്ട് നമുക്ക് തിന്നുക വീട്ടിൽ കൊണ്ട് പോവുകയും ചെയ്യാം. ഈന്തപ്പന ഇങ്ങനെ അതായത് കൊലച്ച് നിൽക്കുന്ന സമയത്തുണ്ടല്ല വല്ലാത്തൊരു സന്തോഷം. മഞ്ഞയും ചുവപ്പും കറുപ്പല്ലായിട്ട് ഇത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ കാഞ്ഞിരോട് ഒരു ഡോക്ടർ ഹസൈനാർ ഹാജി ഉണ്ട്. അദ്ദേഹം പേട്ടക്കാണ്. മരത്തിനെ വല്ലാത്ത സ്നേഹിക്കുന്നതാണ്. വിവിധ ചാനലുകളിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റോറിയൊക്കെ നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കിട്ടിയ സമയത്ത് കാഞ്ഞിരോട് മുസ്ലിം ജമാഅത്ത് മഹല്ല് കമ്മിറ്റി അദ്ദേഹത്തിന് ഒരു സ്വീകരണം വെച്ചു. ആ സ്വീകരണ ചടങ്ങിൽ അവിടെ വന്ന ആൾക്കാർക്കൊക്കെ അദ്ദേഹം 2 പേരക്ക തൈ കൊടുത്തിരുന്നു. അത് കർണാടക കാർഷിക വകുപ്പ് വികസിപ്പിച്ചെടുത്ത വളരെ മുന്തിയ ഇനം പേരക്ക തൈയാണ് കേട്ടോ. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്. 2 പേരക്ക തൈ നമുക്ക് തരുമ്പോൾ ഒരു പേരക്ക തൈ കായ്ച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷിക്കാം, രണ്ടാമത്തേത് നമ്മൾ തുടരുത് കേട്ടോ. അത് പക്ഷി പറവജാലകങ്ങൾക്കുള്ളതാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നിന്ന് അന്യം നിന്ന് പോകുന്ന പക്ഷിയും പറവകളൊക്കെ വന്ന് അത് കൊത്തി കഴിച്ച് അങ്ങനെ പ്രത്യുൽപാദനമൊക്കെ നടത്തി വിവിധ ഇനം പക്ഷികളും പറവകളും വൈകുന്നേരം രാവിലെ ആകുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് വയലൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കേട്ടോ. ഇങ്ങനെയൊക്കെ സമൂഹത്തിന് വിവിധ മാതൃകാ പ്രവർത്തനം നടത്തുന്നവർ നമ്മുടെ നാട്ടിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടാവും കേട്ടോ. നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ പേര് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോ കേട്ടോ അവരുടെ കാര്യങ്ങളൊക്കെ. എന്തായാലും ഇവർക്കൊരു ലൈക്ക് കൊടുക്കാം.